ഒരു സഹോദരി ചോദിക്കാൻ ആവശ്യപ്പെട്ട ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. എന്തുകൊണ്ടാണ് പ്രവാചകന്മാരായി പുരുഷന്മാരെ മാത്രം തിരഞ്ഞെടുത്തത്? എങ്ങനെയാണ് ഇസ്ലാം സ്ത്രീയെ ആദരിച്ചത്? ആ ചോദ്യത്തിന് മതപരമായ ഒരു സൂക്ഷ്മതക്കുറവുണ്ട്. നമ്മൾ അറിയാൻ വേണ്ടി ചോദിച്ചാൽ ശരി, അത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മുടെ ഭാഗത്ത് വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. ആ ചോദ്യം എന്നോടല്ല, ആ ചോദ്യം നിങ്ങൾ അള്ളാഹിനോടാണ് ചോദിക്കുന്നത് അർത്ഥത്തിൽ. അപ്പോൾ ആ ചോദ്യം ഒരു വിശ്വാസിയുടെ ഭാഗത്തുനിന്ന് വരാൻ പാടില്ല. 1,24,000 പരം പ്രവാചകന്മാർ വന്നു. ആ കൂട്ടത്തിൽ ഒരു പെണ്ണ് പോലും ഇല്ല. 1,24,000 പരം പ്രവാചകന്മാർ വന്നു. ആ കൂട്ടത്തിൽ ഒരു പെണ്ണ് പോലും ഇല്ല. 4 ഖലീഫമാര് വന്നു, 4 ഇമാമുകൾ വന്നു, നിരവധി മുഹദ്ദിസുകൾ, ഹദീസ് ക്രോഡീകരിച്ച പണ്ഡിതന്മാർ. എത്രയോ യുദ്ധം നടന്നു. ഒരു യുദ്ധത്തിലും ഒരു പെണ്ണും ആ യുദ്ധം നയിച്ചിട്ടില്ല. അതിനുവേണ്ടിയല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചിട്ടുള്ളത്. അങ്ങനെ സൃഷ്ടിപ്പിൽ തന്നെ സ്ത്രീകളും പുരുഷന്മാരും വ്യത്യസ്തമായ രീതിയിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് സ്ത്രീകളെ ഏൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ അവർ ചെയ്യുക, പുരുഷന്മാരെ ഏൽപ്പിക്കപ്പെട്ടത് അവർ ചെയ്യുക.